എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മളൊരു ഡ്രോൺ അങ്ങ് മേടിച്ച് നമ്മളൊന്ന് പറത്തി നോക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു കിടുക്കൻ സാധനമാണ്. അപ്പോൾ അതിൻ്റെ എന്താ അൺബോക്സിങ് ആണ് ഇന്ന് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, കിടുക്കനാണ്. അപ്പോൾ നമ്മൾ ഇത് അൺബോക്സ് ചെയ്യാൻ പോകണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മളൊന്ന് കട്ട് ചെയ്യട്ടെ. ഇതേണ്ട ബാഗാണ്. ബാഗിൻ്റെ ഉള്ളിലാണ് സാധനം. ഇപ്പം ഇത്രേ ഉള്ളെന്ന് തോന്നുന്നല്ലേ. ഇതിന് വലിയ വലുപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഇത്രേ ഉള്ളൂ കേട്ടോ സംഭവം. ഇതിൽ ആക്സസറീസ് എന്ന് എഴുതിയിട്ടുണ്ട് കണ്ടോ. അടുത്തത് ഇതാണ് നമ്മുടെ സാധനം. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത് ലെൻസൊക്കെ കണ്ടോ. ലെൻസൊക്കെ നല്ല സേഫ്റ്റി ആയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇതൊന്ന്. പിന്നെ ഇതിൻ്റെ ബുക്ക് എന്താണ്. ഇതാണ് ഡ്രോണ് കൺട്രോൾ ചെയ്യുന്ന ഗിയർ സിസ്റ്റം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ വാച്ച് ചെയ്യുന്നത്, എന്താ പറയുക, മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അപ്പോൾ ഇത് മേളിൽ കൂടെ പറക്കുന്ന സമയത്ത് നമുക്കിത് കൺട്രോൾ ചെയ്യുമ്പം മൊബൈലിൽ വെച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ നമ്മൾ മൊബൈൽ ഫിറ്റ് ചെയ്യും കണ്ടല്ലേ. ഇതുപോലെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ബാക്കി കാണിച്ചു തരാം. ഇവിടെ മൊബൈൽ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്നാണ് ഇങ്ങനെ നോക്കുക. അപ്പോൾ ഇവിടെ ജോയ്സ്റ്റിക്ക് ഉണ്ട് ഒരു ചെറുത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലാണ് അത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമ്മളത് ഊരിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇതാണ് പിന്നെ സ്റ്റിക്ക് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്താലേ ഇത് നമുക്ക് ഓടിക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ 2 എണ്ണം ഉണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ തുറന്നെടുത്തു. ഇത് 2 എണ്ണം എടുത്തു. ഇവിടെ ഫിറ്റ് ചെയ്യണം നമ്മൾ. നമ്മളിത് കണക്ട് ചെയ്തു. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്യാമറ ഓൺ ആക്കുന്ന ഓഫ് ആക്കുന്നതാണ് ഇത് ഡ്രോണിൻ്റെ. ഓക്കെ. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺട്രോളറിൻ്റെ ഓൺ ബട്ടണാണ്. ഇത് സിനി എന്ന് പറഞ്ഞിട്ട് സിനി സ്പോട്ട് എന്ന് പറഞ്ഞ് കാണാം. ഇത് ആകാശത്തോടെ പറക്കുന്ന സമയത്ത് സിനി മോഡിലാകുമ്പം ഡ്രോണ് മെല്ലെ പോവുള്ളൂ. സ്പോട്ടിലാകുമ്പം കുറേ സ്പീഡിൽ ഇങ്ങനെ സ്പീഡിൽ പോകും. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്, സ്ലോ ആക്കാം, ഫാസ്റ്റും ആക്കാം. ഇതാണ് ക്യാമറ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്ന സംഭവം. അപ്പോൾ ഏകദേശം നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇതിൻ്റെ അകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജറുണ്ട്. സി ടൈപ്പ് മോഡലാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ, കേബിളുണ്ട്. പിന്നെ ഉള്ളത് ബാറ്ററിയാണ്. വേറെ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. ബാറ്ററീൻ്റെ അകത്ത് 3 എണ്ണമാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്ന സാധനം. നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ ഇത്രയും ചെറുതാണ് കേട്ടോ. ഇതിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞില്ല. ഇത് DJIയുടെ Mavic Mini 2 ആണ്. ഇപ്പോഴത്തെ പുതിയ മോഡലാണ്. അപ്പം ഇതിന് ഇതുണ്ട്, ഇതിൻ്റെ പുതിയ മോഡലിൽ വന്നിരിക്കുന്ന സ്ട്രാപ്പ് കണ്ടില്ലേ. ഇത് നമ്മൾ ഭയങ്കര സേഫ്റ്റി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇത് നമ്മൾ ഊരിയതിന് ശേഷമേ ഇതിൻ്റെ കണ്ടില്ലേ ലീഫൊക്കെ വളരെ ഭംഗിയാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലത്തെ അല്ല, വളരെ വ്യത്യസ്തമായ ലീഫൊക്കെയാണ്. വളരെ എന്താ പറയുക, വെയ്റ്റ്ലെസ്സുമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4K വീഡിയോ എടുക്കാൻ പറ്റും, ബെസ്റ്റാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പഴയ മോഡലിന് അതില്ലായിരുന്നു. 4K എന്ന് പറഞ്ഞാൽ 4K വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റി നമുക്ക് എടുക്കാം. ഇത് വീഡിയോ സ്റ്റെബിലൈസിങ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് പെട്ടെന്നൊന്നും ഷെയ്ക്ക് ആവത്തില്ല. അത് നമ്മൾ വീഡിയോയിൽ നമ്മൾ കാണുന്നുണ്ട് എന്തായാലും. ഇന്ന് നമ്മൾ ഇതിൻ്റെ വിങ്സ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകണേ. നമ്മൾ വളരെ ടൈറ്റായിട്ടൊന്നും പിടിക്കണ്ട, സ്ലോയിലങ്ങ് പിടിച്ചാൽ മതി. ഇതിങ്ങനെ 2 സൈഡിലേക്കാക്കി താഴത്ത് നമ്മൾ അടിയിലേക്കാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സംഭവമായി ഒരു ബേഡിനെ പോലെ ഇല്ലേ, ഇങ്ങനെയാണ് ആശം ഇങ്ങനെ പറക്കും. ഇത് നമുക്ക് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കാം കേട്ടോ. അത്രയും സിമ്പിളാണ്. കണ്ടല്ലേ, ഇവിടെയാണ് നമ്മൾ ബാറ്ററി ഫിക്സ് ചെയ്യുന്നത്. ഒരു വലിയൊരു ബാറ്ററിയാണ് ഇത്. 3 എണ്ണം നമുക്ക് തരുന്നുണ്ട് അവർ, DJIയിലെ കമ്പനിക്കാർ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒറ്റ മതി ഇതിൻ്റെ അത് ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിനി ബാറ്ററീനെ കുറിച്ചൊന്ന് കാണാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത്
ബാറ്ററി 3 എണ്ണം ഉണ്ട്. കോംബോ മോഡൽ മേടിച്ചാലേ നമുക്ക് 3 ബാറ്ററി കിട്ടുള്ളൂ. നോർമൽ മേടിച്ച് കഴിഞ്ഞാൽ ഒരു ബാറ്ററി കിട്ടുള്ളൂ. അത് പ്രത്യേകം നോക്കി തന്നെ മേടിക്കണം കേട്ടോ. നമ്മളിത് ഓപ്പൺ ചെയ്തെടുക്കാൻ പോവാണ്. ഇത്രയും വലുപ്പമുണ്ട്, കണ്ടില്ലേ ഏകദേശം. അപ്പോൾ നമ്മളിത് ഫിക്സ് ചെയ്യാൻ പോവാണ്.